ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയ ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന പാഠമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കോർഡിനേറ്റ് സൂചക സംഖ്യകളായിട്ട് ചെറിയൊരു കണക്ഷൻ ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. കൂടാതെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ചധികം ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല സൂപ്പർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു പോവാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അല്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇക്വേഷൻസും എന്താണ് കണക്ട് ചെയ്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്താ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ അവസാനം വരെയും മിസ്സിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവുമല്ലോ. യെസ്, അപ്പോൾ നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഒരു പാരലലോഗ്രാം, ഒരു സമാന്തരികം തന്നിട്ട് അതിൻ്റെ 3 വെർട്ടെക്സിൻ്റെയും 3 മൂലകളുടെയും കോർഡിനേറ്റ് സൂചക സംഖ്യകൾ തരും. എന്നിട്ട് 4ാമത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറയും, 4ാമത്തെ വെർട്ടെക്സിൻ്റെ. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിസ് ഇവിടെ ഒരു പാരലലോഗ്രാം വരക്കുന്നുണ്ട്, ഒരു സമാന്തരികം വരക്കുന്നുണ്ട്. ഓക്കെ, മിസ് ഇതാ ഇവിടെ ഒരു പാരലലോഗ്രാം വരക്കുന്നുണ്ട്. ഓക്കെ, യെസ്, പേര് കൊടുത്തു എ ബി സി ആൻഡ് ഡി. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ നമ്മളോട് തന്നിരിക്കുന്നത് ഏതെങ്കിലും 3 വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് തരും. ഞാൻ ദാ ഇവിടെ എക്ക് h1, y1 എന്ന് കൊടുക്കുന്നു, ഇത് h2, y2 എന്ന് കൊടുക്കുന്നു. സി കണ്ടുപിടിക്കണം, അവിടെ നിൽക്കട്ടെ. ആൻഡ് ഡി എന്ന് പറയുന്നത് h3, y3 എന്നും കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഈ 3 വെർട്ടെക്സും തന്നിട്ട് നമ്മളോട് പറയും ഈ 4ാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. യെസ്, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രം. സിയുടെ കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു കോർഡിനേറ്റ് സൂചക സംഖ്യകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അതെല്ലാം അറിയാലോ. യെസ്, അപ്പോൾ 3 പേരെ തന്നിട്ട് 4ാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എതിർമൂലകൾ ഓപ്പോസിറ്റ് വെർട്ടെക്സിന്റെയും തമ്മിൽ എന്താണ് എക്സുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ആളുടെ എതിരെ കിടക്കുന്ന ഓപ്പോസിറ്റ് കിടക്കുന്ന ആളുടെ എന്ത് മൈനസ് ചെയ്യണം, എക്സ് മൈനസ് ചെയ്യണം. ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഡിയും അതുപോലെ തന്നെ ബിയുടെയും ഇവരെതിരെ വരുന്ന അല്ലെങ്കിൽ എതിരെ കിടക്കുന്ന 2 വെർട്ടെക്സിന്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന 2 പേരുടെയും ഈ എക്സുകൾ തമ്മിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, h2 പ്ലസ് h3. എന്നിട്ട് ഈ സിയുടെ വെർട്ടെക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ, കണ്ടുപിടിക്കുന്ന ആളുടെ ഓപ്പോസിറ്റ് അല്ലെ, തഞ്ചി കിടക്കുന്ന ആരുടെ എയുടെ എക്സിന്റെ കോർഡിനേറ്റ് മൈനസ് ചെയ്യാം, മൈനസ് h1 ചെയ്യാം. അങ്ങനെയാണ് സിയുടെ എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ y എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഓപ്പോസിറ്റ് ആളുകളുടെ വൈകൾ തമ്മിൽ കൂട്ടിയിട്ട് ഈ ഒറ്റക്ക് കിടക്കുന്ന ആളുടെ y മൈനസ് ചെയ്യണം. അപ്പൊ തന്നിരിക്കുന്നത് h2 and y3 y2 and y3 that is y2 plus y3 മൈനസ് y1 ചെയ്യുക. അങ്ങനെ നമുക്ക് എന്തിന്റെ വെർട്ടെക്സ് കിട്ടും, നമ്മളുടെ സി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ മൂലയുടെ കോർഡിനേറ്റ് സൂചക സംഖ്യ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ എന്താ സാധിക്കും, കണ്ടുപിടിക്കാനായി സാധിക്കും. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്, ഒരു പാരലലോഗ്രാം, ഒരു സമാന്തരികം തന്നിട്ടുണ്ടാവും. അതിന്റെ ഏതെങ്കിലും 3 വെർട്ടെക്സിന്റെ സൂചക സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ ഈ 4ാമത്തെ ആളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, തന്നിരിക്കുന്ന 2 പേരുടെയും എക്സുകൾ തമ്മിൽ കൂട്ടിയിട്ട് ഈ ഒറ്റക്ക് കിടക്കുന്ന ആളുടെ എക്സിനെ മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ വൈയുടെ പോയിന്റ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന 2 പേരുടെയും വൈ കൂട്ടിയിട്ട് ഇവന്റെ y അതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിൾ ആയി തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. യെസ്, നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. യെസ്, ഇവിടെ ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്, ഒരു സമാന്തരികം തന്നിട്ടുണ്ട്. നമുക്ക് പേര് കൊടുത്തേക്കാം എ ബി സി ആൻഡ് ഡി. ഓക്കെ, യെസ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ സൂചക സംഖ്യ എന്താണ്, കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പാരലലോഗ്രാം, ഒരു സമാന്തരികം തന്നിട്ട് 3 വെർട്ടെക്സ് തന്ന് 4ാമത്തേനെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്, തന്നിരിക്കുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സുകളുടെ എക്സുകളും വൈകളും തമ്മിൽ കൂട്ടിയിട്ട് ഈ എതിരെ വരുന്ന ആളുടെ എക്സും അതുപോലെ തന്നെ വൈയും മൈനസ് ചെയ്യണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇവിടെ നോക്കാം, തന്നിരിക്കുന്ന ഡിയുടെയും ബിയുടെയും എക്സ് അല്ലെ, എക്സ് കോർഡിനേറ്റ്, സിയുടെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവന്റെ എക്സും ഇവന്റെ എക്സും തമ്മിൽ കൂട്ടണം, 2 + 5. എന്നിട്ട് ആരുടെ എക്സ് മൈനസ് ചെയ്യണം, ഈ എയുടെ 1 വന്നിരിക്കുന്നത്, 1 മൈനസ് ചെയ്യണം. ഓക്കെ, ഈ രീതിയിലാണ് സിയുടെ 4ാമത്തെ സൂചക സംഖ്യ, 4ാമത്തെ വെർട്ടെക്സ് അല്ലെങ്കിൽ 4ാമത്തെ മൂലയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ y എങ്ങനെയാ കണ്ടുപിടിക്കുക, ഇവന്റെ വൈയും ഇവന്റെ വൈയും തമ്മിൽ കൂട്ടുക, ദാറ്റ് ഈസ് 5 + 4. അതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം, ഈ ഒരു 3 മൈനസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ഇനി പ്ലസും മൈനസും ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 2 + 5 7 - 1, 5 + 4 എത്രയാണ്, 9 - 3. എത്ര വന്നു, 7 - 1 6,
എത്രയാണ് 9 - 3 6. അപ്പോൾ നമ്മുടെ സിയുടെ വെർട്ടെക്സ് എത്രയാണ് 6,6 എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് 3 മൂലകൾ 3 വെർട്ടെക്സ് തന്നിട്ട് നാലാമത്തെ ആളെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന 2 പേരെ കൂട്ടിയിട്ട് എതിരെ കിടക്കുന്ന അല്ലെ ഒറ്റയ്ക്ക് കിടക്കുന്ന ആളെ മൈനസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ സുഖമായി തന്നെ ആൻസർ എന്താ നമുക്ക് ലഭിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത്. ഒരു മാർക്കിന് ചോദിക്കാം. നെക്സ്റ്റ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് മിഡ് പോയിന്റ്, മധ്യബിന്ദു. ഓക്കെ, അപ്പോൾ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു ലൈൻ ഞാൻ പേര് കൊടുക്കുന്നു AB. ഓക്കെ, A എന്ന് പറയുന്നത് ഞാൻ എന്താ X1 and Y1 എന്ന് പേര് കൊടുക്കുന്നു. Bക്ക് ഞാൻ X2 Y2 എന്ന് കോർഡിനേറ്റിന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ്സ് എഴുതിയിട്ടുണ്ട്. A എന്ന് പറയുന്നത് X1 Y1, B എന്ന് പറയുന്നത് X2 Y2. ഈ AB എന്ന് പറയുന്ന ലൈനിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മധ്യബിന്ദു. ഞാൻ അതിന് M എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മിഡ് പോയിന്റ്, ABയുടെ മിഡ് പോയിന്റ് ആണ് എന്ത് നമ്മുടെ M എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ M എന്ന് പറയുന്ന പോയിന്റിന്റെ സൂചക സംഖ്യ എന്താണ്? കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരേ ഒരു ഇക്വേഷൻ അല്ലെ, ഒരേ ഒരു രാജാവ് എന്ന് പറയുന്ന പോലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് മിഡ് പോയിന്റ്, മധ്യബിന്ദു. മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു x1 + x2/2, y1 + y2/2. എന്താണ് ചെയ്യേണ്ടത്? ഏത് ലൈനിൻ്റെയാണോ നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്? അവരുടെ എക്സുകൾ തമ്മിൽ കൂട്ടുക, /2 ചെയ്യുക, അവരുടെ വൈകൾ തമ്മിൽ കൂട്ടുക, /2 ചെയ്യുക. കണ്ടോ, ഈസി ആയി തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നന്നായി തന്നെ പഠിച്ചല്ലോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. യെസ്, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണ് സർക്കിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മിഡ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ എന്താണ് സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 2, 3, 6, 5. നമുക്കതൊന്ന് എഴുതിയേക്കാം. ഒരു പോയിന്റ് 2,3 ആൻഡ് മറ്റൊരു പോയിന്റ് 6,5. ഞാൻ എന്താ പേര് കൊടുക്കുന്നു A and B. ഓക്കെ, ഈ 2 പോയിന്റ്സും ഞാൻ യോജിപ്പിച്ചു. അപ്പോൾ നമ്മൾക്ക് AB എന്ന് പറയുന്ന ലൈൻ വന്നു. ഈ ലൈൻ എന്താ ഡയാമീറ്റർ, വ്യാസമായിട്ട് ഞാനൊരു സർക്കിൾ വരക്കുന്നു. എന്താണ് ഈ ഒരു ലൈൻ? ഈ 2 പോയിന്റ്സും യോജിപ്പിച്ചപ്പോൾ എനിക്ക് AB എന്ന് പറയുന്ന ലൈൻ ഒരു വര വന്നു. ഈ ഒരു ലൈൻ ഞാൻ ഡയാമീറ്റർ, വ്യാസമായിട്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് AB എന്ന് പറയുന്ന ലൈൻ വന്നു. ഈ AB എന്ന് പറയുന്നത് ഡയാമീറ്റർ, വ്യാസമായിട്ട് ഞാൻ ഒരു സർക്കിൾ വരക്കുന്നുണ്ട്. ഒരു സർക്കിൾ വന്നു. ഓക്കെ, ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. ഓക്കെ, സർക്കിൾ ആണ് കേട്ടോ, ഇത് എഴുതി വെക്കേണ്ട വരും അല്ലേ. ഓക്കെ, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തകേന്ദ്രം, സർക്കിളിൻ്റെ സെൻറ്റർ ഞാൻ O എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇവൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സൂചക സംഖ്യ കണ്ടുപിടിക്കണം. ഓക്കെ, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, വൃത്തകേന്ദ്രം എന്ന് പറയുന്നത് ഡയാമീറ്ററിൻ്റെ എന്താണ്? AB എന്ന് പറയുന്ന ലൈനിൻ്റെ എന്തായിട്ടാണ് വരുന്നത്? മിഡ് പോയിന്റ് അല്ലേ, മധ്യബിന്ദു ആയിട്ടല്ലേ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ O എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് ABയുടെ മധ്യബിന്ദുവാണ് വൃത്തകേന്ദ്രം, സെൻറ്റർ എന്ന് പറയുന്നത് O എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ Oയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ABയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് മിഡ് പോയിന്റ്? ഇസ് ഈക്വൽ ടു മിഡ് പോയിന്റ്, മധ്യബിന്ദു ഇസ് ഈക്വൽ ടു x1 + x2/2, y1 + y2/2 ആണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് x1 y1 x2 y2 എല്ലാം എടുക്കാം. തിരിച്ചും ഇവനെ ആദ്യം x1 y1 ആൻഡ് ഇവൻ x2 y2 എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചും എടുക്കാം. ഇവൻ x1 y1 ഇവൻ x2 y2 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തവനെ x1, ഇവനെ y1, x2 and y2 എന്ന് എടുത്തു. എന്തുകൊണ്ടാണ് മിസ് ഇങ്ങനെ എഴുതിയതെന്ന് കരുതിയാൽ നിങ്ങൾ എന്തായാലും എഴുതി തന്നെ പഠിച്ചോളൂ x1ഉം y1ഉം x2ഉം y2ഉം. കാരണം നമ്മൾ നോക്കുമ്പോൾ വളരെ ഈസിയാണ്, എടുത്തെഴുതാവുന്നതേ ഉള്ളൂ. പക്ഷേ എടുത്തെഴുതുമ്പോൾ മാറിപ്പോവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ x1 y1 x2 y2 ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചാൽ മാറിപ്പോവാതെ, മെൻഷൻ ചെയ്തത് ശരിയാണോ കേട്ടോ. ഓക്കെ, അപ്പോൾ മാറിപ്പോവാതെ തന്നെ നമുക്ക് ആൻസർ എടുത്തെഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് എത്രയാണ് വരുന്നത്? O is equal to x1 + x2/2. അതാണല്ലോ ഇക്വേഷൻ. x1 എന്ന് പറയുന്നത് എത്രയാണ്? 2 പ്ലസ് x2 എന്ന് പറയുന്നത് എത്രയാണ്? 6/2. ഓക്കെ, x കിട്ടി. ഇനി y1 + y2/2. y1 എന്ന് പറയുന്നത് 3 പ്ലസ് y2 എന്ന് പറയുന്നത് 5
2. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിളായി തന്നെ ആൻസറിലേക്ക് എത്തിയല്ലേ. ദാറ്റ് ഈസ് എത്രയാണ് 2 + 6 8/2, 3 + 5 എത്രയാണ്, അതും 8/2 തന്നെയാണ്. എത്രയാണ് 8/2? 4,4. ഇതാണ് നമ്മളുടെ എന്ത്, O എന്ന് പറയുന്ന പോയിന്റ്, വൃത്തത്തിന്റെ കേന്ദ്രം, വൃത്തത്തിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് സൂചക സംഖ്യ. ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് മിഡ് പോയിന്റ്സ് എന്താ കണ്ടുപിടിക്കുക. ഈ സർക്കിളിന്റെ കേസിൽ മിഡ് പോയിന്റ് തന്നിട്ട് വേറെ ഏതെങ്കിലും പോയിന്റ് തരാതെ ഇരിക്കും, എന്നിട്ട് ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും സെയിം ഇക്വേഷനിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം തന്നിട്ടുണ്ട്. ഈ ചതുർഭുജത്തിന്റെ 4 വെർട്ടെക്സിന്റെയും കോർഡിനേറ്റ്സ്, 4 മൂലകളുടെയും സൂചക സംഖ്യ ഈ ഓർഡറിലായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, 2,1, 5,3, 8,7 ആൻഡ് 4,9. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിന്റ്സ് ഓഫ് ഓൾ 4 സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 4 വശങ്ങളുടെയും മിഡ് പോയിന്റ്സ്, മധ്യബിന്ദുക്കളുടെ എന്താ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കതൊന്ന് വരച്ചേക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം നമുക്ക് വരച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ വരക്കുന്നുണ്ട്. ഓക്കെ, യെസ്, നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ABCD എന്ന് പേര് കൊടുത്തു. ഓക്കെ, എ എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്, 2,1, 2,1. ഇതേ ഓർഡർ ആയിട്ട് തന്നെ എടുക്കണേ. 5,3 ആൻഡ് പിന്നെ എത്രയാണ് 8,7, 8,7 ആൻഡ് 4,9. ഇതാ ഈ ഓർഡറിലാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ ഒരു ചതുർഭുജത്തിന്റെ, ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡ്സിന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ദാ AB-യുടെ മിഡ് പോയിന്റ് ആണ്, CB ആൻഡ് DC ആൻഡ് AD ഇവരുടെ മിഡ് പോയിന്റ്, മധ്യബിന്ദു കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് പേര് കൊടുത്തേക്കാം, PQR ആൻഡ് S. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ മധ്യബിന്ദു അഥവാ എന്താ നമ്മുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഒരെണ്ണം മിസ് എന്താ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ചെയ്യും, ബാക്കി 3 എന്താണ് മിഡ് പോയിന്റ്സും നിങ്ങൾ തനിച്ച് കണ്ടുപിടിക്കാൻ പോകുവാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് P തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, P എന്ന് പറയുന്നത് ആരുടെ മിഡ് പോയിന്റ് ആണ്, മിഡ് പോയിന്റ് ഓഫ് AB അല്ലെ. AB-യുടെ മധ്യബിന്ദുവാണ് നമ്മളുടെ P എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാ എ എന്ന് പറയുന്നത് ഇവൻ X1, ഇവൻ Y1, ഇവൻ X2, ഇവൻ Y2 ആയിട്ട് എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എഴുതാൻ ഒരു മടിയും കാണിക്കരുതേ, മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു X1 + X2/2, Y1 + Y2/2. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മുടെ ഇക്വേഷൻ വരുന്നത്. X1, Y1, X2, Y2 എല്ലാം നമ്മൾ മെൻഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു X1 എന്ന് പറയുന്നത് 2 പ്ലസ് X2 എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 2, Y1 + Y2/2. Y1 എന്ന് പറയുന്നത് 1 പ്ലസ് Y2 എന്ന് പറയുന്നത് 3/2. ഓക്കെ ആണല്ലോ. എത്രയാണ് 2 + 5 7/2, 4/2. ദാറ്റ് ഈസ് എത്രയാണ് 3.5, 2. അപ്പോൾ നമുക്ക് B കിട്ടി, സോറി B അല്ല P കിട്ടി 3.5, 2. ഓക്കെ ആണല്ലോ. അപ്പോൾ P എന്ന് പറയുന്ന മിഡ് പോയിന്റ് കണ്ടുപിടിച്ചതുപോലെ തന്നെ ബാക്കിയുള്ള Qവും Rഉം Sഉം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാം. Q എന്ന് പറയുന്നത് C-യുടെയും B-യുടെയും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ അവരെ വേണം X1, Y1, X2, Y2 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവരെ വേണമെങ്കിൽ X1, Y1, ഇത് വേണമെങ്കിൽ X2, Y2 ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇവരെ X1, Y1, ഇവനെ X2, Y2 ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ഇവിടെ X1ഉം ഇവിടെ Y1ഉം അങ്ങനെ എടുക്കരുത് കേട്ടോ. ഓക്കെ, എടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് രണ്ടുപേരും ഓർഡർ ആയിട്ട് തന്നെ എടുത്തു പോകാം. ഓക്കെ, അപ്പോൾ Q എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. R കിട്ടണമെങ്കിൽ R എന്ന് പറയുന്നത് DC-യുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ 2 പോയിന്റ് Dയും Cയും എടുക്കണം. S എന്ന് പറയുന്നത് AD-യുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ Aയും Dയും ആണ് കോർഡിനേറ്റ്സ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 3 പേരുടെ കോർഡിനേറ്റ്സും വേഗം തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, ഈ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യാൻ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരാം. മിസ്സും അപ്പോഴേക്കും കണ്ടുപിടിച്ച് എന്താ നമ്മൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന കറക്റ്റ് ആൻസർ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്ത് വേഗം തന്നെ ആൻസർ ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ദാ മിസ് ആൻസർ എല്ലാം ഇവിടെ മെൻഷൻ ആക്കിയിട്ടുണ്ട്. ഈ ആൻസർ തന്നെയല്ലേ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്.
ഓക്കെ അല്ലേ? ദാ Q എന്ന് പറയുന്നത് 6.5,5 എന്ന് വരും, R എന്ന് പറയുന്നത് 6,8 എന്ന് വരും, S എന്ന് പറയുന്നത് 3,5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മിഡ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റായി തന്നെ ആൻസർ എത്തിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ഒരു സബ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ കൂടെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, നോക്കാം. യെസ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ്. ഓക്കെ, എന്തൊരു പ്രൂഫാണ്? സിമ്പിൾ ആണ്. പ്രൂഫ് എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട, എന്തോ തെളിയിക്കാനുള്ളതാണ്. നമുക്ക് നോക്കാം. The quadrilateral got by joining these points is a parallelogram. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് PQRS എന്ന് പറയുന്ന എന്താണ് മിഡ് പോയിന്റ്സ് വന്നിട്ടുണ്ട്. ഈ മിഡ് പോയിന്റ്സ് എല്ലാവരെയും തമ്മിൽ ജോയിൻ ചെയ്താൽ, യോജിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു പാരലലോഗ്രാം ആണോ, ഒരു സമാന്തരികമാണോ എന്ന് തെളിയിക്കണം. ഓക്കെ, ഒരു പാരലലോഗ്രാം ആണെങ്കിൽ അവരുടെ വെർട്ടെക്സ് ഒക്കെ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ടോപ്പിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ, എന്താണ്? ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ കൂട്ടിയിട്ട് മൂന്നാമത്തെ വെർട്ടെക്സ് കുറച്ച് കഴിഞ്ഞാൽ നാലാമത്തവനെ കിട്ടും അല്ലേ? ഓക്കെ ആണല്ലോ, ഓർമ്മയുണ്ടല്ലോ, മറന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു PQRS എന്ന് പറയുന്നത് ഒന്നുകൂടി എടുത്ത് വരക്കുന്നുണ്ട്. PQRS, PQRS. P എന്ന് പറയുന്നത് 3.5,2, Q എന്ന് പറയുന്നത് 6.5,5 ആൻഡ് R എന്ന് പറയുന്നത് 6,8. ഒന്ന് നേരെ ചരിഞ്ഞിരിക്കുന്നത് നേരെ വരച്ചെന്നുള്ളൂ കേട്ടോ. ആൻഡ് S എന്ന് പറയുന്നത് 3,5. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും 3 വെർട്ടെക്സ് എടുക്കാം. ഓക്കെ, ഞാനിവിടെ എടുക്കാൻ പോകുന്ന വെർട്ടെക്സ് എന്ന് പറയുന്നത് SQP. ഓക്കെ, ഈ 3 വെർട്ടെക്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന 2 പേര് എന്താണ്? എസിൻ്റെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് പ്ലസ് ചെയ്തിട്ട് അതിൽ നിന്ന് P മൈനസ് ചെയ്താൽ നമ്മുടെ R കിട്ടുമോ, Rൻ്റെ വെർട്ടെക്സ് കറക്റ്റ് ആയിട്ട് കിട്ടുമോ, കോർഡിനേറ്റ്സ് കറക്റ്റ് ആയിട്ട് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ? ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം, കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പാരലലോഗ്രാം ആണ്, സമാന്തരികമാണ്. അതിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. എന്താണ്? R is equal to എന്താ ചെയ്യേണ്ടത്? എസിൻ്റെ കോർഡിനേറ്റ് 3 പ്ലസ് ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 6.5. അതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? പിയുടെ എക്സ് മൈനസ് ചെയ്യണം 3.5. ഓക്കെ, കോമ അതുപോലെ തന്നെ വൈയുടെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വൈ എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും വൈ കൂട്ടി നോക്കാം. എത്രയാണ്? 5 പ്ലസ് 5. അതിൽ നിന്ന് ആരുടെ വൈ ആണ് മൈനസ് ചെയ്യേണ്ടത്? പിയുടെ വൈ മൈനസ് ചെയ്യുക. ഓക്കെ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ, നമുക്ക് എത്ര തന്നെ വരും? 6,8. അതായത് നമ്മളുടെ 6 തന്നെ നമുക്ക് ക്ലിയർ ആയി തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓക്കെ, നമ്മളുടെ കണ്ടീഷൻ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന കാര്യം ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ കറക്റ്റ് ആയി തന്നെ ഫോർത്ത് വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ PQRS is a parallelogram. നമുക്ക് എന്ത് പറയാം? ഇതൊരു സമാന്തരികമാണെന്ന് തെളിയിക്കാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായി തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു. സെറ്റ് ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, റേഷ്യോ. അപ്പോൾ ഇത്ര നേരം നമ്മൾ ചെയ്തത് മിഡ് പോയിന്റ് ആയിരുന്നു അല്ലേ, മധ്യബിന്ദു ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെ തുല്യമായി ഭാഗിക്കുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ മധ്യബിന്ദു, മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എല്ലാം പഠിച്ചു. ഇനി നമ്മളോട് പറയുന്നു, ഒരു ലൈൻ തന്നിട്ടുണ്ട്, ഞാൻ പേര് കൊടുക്കുന്നുണ്ട് A ആൻഡ് B. ഓക്കെ, എയുടെ കോർഡിനേറ്റിന് ഞാൻ x1, y1 എന്ന് എടുക്കുന്നു, ബിക്ക് ഞാൻ x2, y2 എന്ന് എടുക്കുന്നു. ഓക്കെ, ഈ AB എന്ന് പറയുന്ന ലൈനിനെ ഏതോ ഒരു പോയിന്റിൽ വെച്ച്, ഏതോ ഒരു റേഷ്യോയിൽ, ഓക്കെ, ഏതോ ഒരു അംശബന്ധത്തിൽ ഒരു പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. അവന് ഞാൻ P എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ AP ഈസ് ടു PQ എന്ന് പറയുന്ന അംശബന്ധം ഇപ്പോൾ M ഈസ് ടു N എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് തരുന്നതെന്ന് കരുതുക. എന്താണ്? ഇവരെ കട്ട് ചെയ്യുന്ന അംശബന്ധം, ഇവരെ എന്താണ് മുറിക്കുന്നത്? P എന്ന് പറയുന്ന പോയിന്റ് AB എന്ന് പറയുന്ന ലൈനെ മുറിക്കുന്നത് 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണെന്ന് കരുതാം. ഓക്കെ, 2:3 ഞാൻ നമ്പർ തന്നല്ലേ. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഇക്വേഷനിലേക്ക് വരേണ്ടതുണ്ട്. M:N. ഓക്കെ, M:N എന്ന് പറയുന്ന അംശബന്ധത്തിലാണ്, റേഷ്യോയിലാണ് നമ്മൾ മുറിക്കുന്നതെന്ന് കരുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു P എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എത്ര? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മിഡ് പോയിന്റ് ആയിരുന്നു P എങ്കിൽ നമുക്ക് മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ കൊടുക്കായിരുന്നു. ഇവിടെ മിഡ് പോയിന്റ് അല്ല അല്ലേ, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? റേഷ്യോയാണ്, എത്രത്തോളമാണ് അല്ലെ, എത്രയാണ് അംശബന്ധം എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? AP ഈസ് ടു PB എന്ന് പറയുന്നത് M:N എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ആൻഡ് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പിയുടെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. MH2 പ്ലസ്
NH1 ഡിവൈഡഡ് ബൈ M പ്ലസ് N. ഓക്കെ ആണല്ലോ. ഈ എമ്മും എക്സും എന്നും എല്ലാം നമ്മൾക്കറിയാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ y കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? My2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ M പ്ലസ് N. ഓക്കെ, ഈ രീതിയിലാണ് പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നന്നായി തന്നെ പഠിക്കാം. ഓക്കെ ആണല്ലോ. റേഷ്യോ മാറിപ്പോവരുത്. എം എന്ന് പറയുന്നത് ആദ്യത്തെ റേഷ്യോ, ആദ്യം ഇപ്പോൾ 1:2 ആണെങ്കിൽ 1 തന്നെ എമ്മിനെ എടുക്കണം. ഓക്കെ, ഇനി n എന്ന് പറയുന്ന 2 ആണെങ്കിൽ തിരിച്ച് 2:1 മാറ്റരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ നമുക്ക് 2 സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ ഒരു സബ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. ഈ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് പറയുന്നത് എ ബി എന്ന് പറയുന്ന 2 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ എ ബി എന്ന് പറയുന്ന ഈ ഒരു ലൈൻ പി എന്ന് പറയുന്ന പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പി ഈസ് ടു പി ബി എന്ന് പറയുന്ന അംശബന്ധം റേഷ്യോയും തന്നിട്ടുണ്ട് 2:3. നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ. യെസ്, അപ്പോൾ എ ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് 3, 2, 8, 7. ഓക്കെ, 3, 2 ആൻഡ് 8, 7. ഓക്കെ, 2 പോയിന്റ്സ് തന്നിട്ടുണ്ട് എ ബി. യെസ്, ഈ എ ബിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലേ, എന്താണ്? പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ. എ പി ഈസ് ടു പി ബി എന്ന് പറയുന്നത്, എ പി ഈസ് ടു പി ബി എന്ന് പറയുന്നത് എത്രയാണ്? 2:3 എന്ന് പറയുന്നുണ്ട്. 2:3. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് എം ഈസ് ടു എൻ അല്ലേ ഈ തന്നിരിക്കുന്ന 2:3. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു 2, എൻ ഈസ് ഈക്വൽ ടു 3. മാറിപ്പോവരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ. പി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എക്സ് അല്ലെ, പി എന്ന് പറയുന്ന കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ, പോയിന്റിന്റെ കോർഡിനേറ്റിലെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? MH2 പ്ലസ് NH1 ഡിവൈഡഡ് ബൈ M പ്ലസ് N ആണ്. ആദ്യം നമുക്ക് എക്സ് കണ്ടുപിടിച്ചിട്ട് വഴിയിലേക്ക് വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കാം. നമുക്ക് എമ്മും എന്നും ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി X1 Y1 എല്ലാം നമുക്കൊന്ന് കൊടുത്തേക്കാം. യെസ്, ഇവന് X1, ഇവന് Y1, ഇവൻ H2, ഇവൻ Y2 എന്ന് കൊടുക്കാം. നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. യെസ്, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാ വരുന്നത് M ഇൻറ്റു X2. എം എന്ന് പറയുന്നത് 2 ഇൻറ്റു H2 എന്ന് പറയുന്നത് എത്രയാണ്? 8 പ്ലസ്, ഇനി നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? N ഇൻറ്റു X1. N എന്ന് പറയുന്നത് 3 ഇൻറ്റു X1 എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ M പ്ലസ് N. എത്രയാണ്? എമ്മും എന്നും തമ്മിൽ കൂട്ടിയാൽ 2 പ്ലസ് 3. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് 8 ഇൻറ്റു 2 16 പ്ലസ് 3 ഇൻറ്റു 3 9 ഡിവൈഡഡ് ബൈ എത്രയാ? 2 പ്ലസ് 3 ദാറ്റ് ഈസ് 5. 16 പ്ലസ് 9 ദാറ്റ് ഈസ് എത്ര വന്നു? 4, 5 25/5. എത്രയാണ്? 25/5 5 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ആരെയും കൂടി കണ്ടുപിടിക്കണം, വൈനെ കൂടി നമ്മൾക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ വൈയുടെ ഇക്വേഷൻ എന്ത് തന്നെയാണ് വരുന്നത്? y ഈസ് ഈക്വൽ ടു എന്താണ്? My2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ M പ്ലസ് N. ഓക്കെ ആണല്ലോ. എം എന്ന് പറയുന്നത് 2 ഇൻറ്റു Y2 എന്ന് പറയുന്നത് 7 പ്ലസ് N ഇൻറ്റു Y1. N എന്ന് പറയുന്നത് 3 ഇൻറ്റു Y1 എത്രയാണ്? 2. ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3. ഓക്കെ, M പ്ലസ് N. ദാറ്റ് ഈസ് 14 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 5. എത്രയാണ്? 14 പ്ലസ് 6 20/5. ഉത്തരം ഈസ് എത്രയാണ്? 4. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സും വൈയും കിട്ടി. ഇതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, പിയുടെ കോർഡിനേറ്റ്. ദാറ്റ് ഈസ് എങ്ങനെയാണ് ആൻസർ എഴുതി അവസാനിപ്പിക്കേണ്ടത്? പി ഇസ് ഈക്വൽ ടു എത്രയാണ്? എക്സിൻ്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 4. ഇതാണ് പിയുടെ എന്ത് വന്നിരിക്കുന്നത്? കോർഡിനേറ്റ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് റേഷ്യോ തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. നേരെ നമ്മൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുപോലെ സെപ്പറേറ്റ് ഒന്ന് എഴുതി വെക്കുന്നതെല്ലാം നല്ലതാണ് കേട്ടോ, മാറിപ്പോകില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് നോക്കി എഴുതാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തെറ്റാനുള്ള ചാൻസ് വളരെയധികം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത സബ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കാം. യെസ്, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് എ സെൻട്രോയിഡ്. ഓക്കെ, സെൻട്രോയിഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, മധ്യമ കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് വരച്ചേക്കാം. യെസ്, ഇതിനും ഒരു ഇക്വേഷൻ ഉണ്ട്. കുറച്ചധികം ഇക്വേഷൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. എല്ലാ ഇക്വേഷൻസും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ ബേസിക് ആണ്. നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് വരച്ചേക്കാം. യെസ്, ABC -1 5 ആൻഡ് B എന്ന് പറയുന്നത് 3,7 ആൻഡ് C എന്ന് പറയുന്നത് 1,1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സെൻട്രോയിഡ് കണ്ടുപിടിക്കുക അല്ലേ, ഇവരുടെ മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കുക, സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ഞാൻ അവനെ P എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. P = എല്ലാവരുടെയും എക്സുകൾ തമ്മിൽ കൂട്ടുക. ഇവിടെ എത്ര എക്സ് ഉണ്ട്? 3 വെർട്ടെക്സ് ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് H1 + H2 + H3. 3 പേരുണ്ട്. സോ ഡിവൈഡഡ് ബൈ 3, y എന്തായിരിക്കും? y1 + y2 + y3 ഡിവൈഡഡ് ബൈ 3. കണ്ടോ, വളരെ സിമ്പിളായി തന്നെ ഇക്വേഷൻ പഠിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ, പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് H1 y1 H2 y2 H3 y3 എല്ലാം എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആളെ നമ്മൾക്ക് A എന്ന് പറയുന്ന കോർഡിനേറ്റ് -1 5, അവനെ നമുക്ക് H1 y1 എന്നെടുക്കാം. ഇനി അടുത്തത് ആരാണ്? 3,7, അവനെ നമ്മൾക്ക് H2 y2 എന്നെടുക്കാം. അടുത്തത് നമുക്ക് 1,1 H3 y3 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ, നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഇവിടെയുള്ളൂ അല്ലേ. H1 + H2 + H3/2 ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് P = H1 എന്ന് പറഞ്ഞാൽ -1 + H2 എന്ന് പറഞ്ഞാൽ 3 + 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. H3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. X കഴിഞ്ഞു, ഇനി y1 എത്രയാണ്? y1 5 + y2 7 + y3 എത്രയാണ്? 1. കണ്ടോ, വളരെ സിമ്പിളായി തന്നെ നമ്മൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ബ്രാക്കറ്റ് ക്ലോസ്. ഇവിടെ -1ഉം +1ഉം പോയി. ഇനി അവിടെ 3 മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. 3 തന്നെ ആൻസർ വരും. ആൻഡ് ഡിവൈഡഡ് ബൈ 2 3 ഉണ്ട് കേട്ടോ, ഞാൻ വിട്ടുപോയി. ഡിവൈഡഡ് ബൈ 3 ഹോൾ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, യെസ്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 3, ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 13 എന്ന് വരും. 13 ഡിവൈഡഡ് ബൈ 3. ദാറ്റ് ഈസ് 3/3 എത്രയാണ്? 13/3 ഈസ് ദി ആൻസർ. ഇതാണ് സെൻട്രോയിഡ് അഥവാ P എന്ന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. P = 1,13/3 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്തത്? H1 + H2 + H3 ഡിവൈഡഡ് ബൈ 3, y1 + y2 + y3 y1 + y2 + y3 ഡിവൈഡഡ് ബൈ 3. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് സെൻട്രോയിഡ് മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത ഒരു സെക്ഷനിലോട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയേറെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? അടുത്ത സെക്ഷനിലേക്ക് പോകാം. യെസ്, അടുത്ത സെക്ഷൻ ആണ് നമ്മളുടെ സ്ലോപ്പ്, ചരിവ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്ലോപ്പ് അഥവാ ചരിവ് എന്ന് പറയുന്നത്? നോക്കാം. നമ്മൾക്ക് ഒരു ലൈൻ തന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ്, ചരിവ് കണ്ടുപിടിക്കാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ വരച്ചാൽ നമ്മൾ നേരെ അല്ലേ അതിനൊരു പേരും ഒരു അഡ്രസ്സൊക്കെ കൊടുക്കും. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് ആ ഒരു ചടങ്ങൊന്ന് നടത്തിയേക്കാം. A ആൻഡ് B. A എന്ന് പറയുന്ന കോർഡിനേറ്റ് H1, y1 എന്ന് കൊടുത്തു. ആൻഡ് B എന്ന് പറയുന്ന കോർഡിനേറ്റ് H2, y2 എന്നും കൊടുത്തു. ഓക്കെ ആണല്ലോ. യെസ്, ഈ AB എന്ന് പറയുന്ന ലൈൻ, ഈ ഒരു വരയുടെ ചരിവ് അല്ലേ, നമ്മുടെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പഠിക്കാൻ ഈസിയാണ്, നല്ല രീതിയിൽ തന്നെ പഠിക്കാം. സ്ലോപ്പ് = y2 - y1 ഡിവൈഡഡ് ബൈ h2 - h1. ഇതാണ് ചരിവ് അഥവാ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. എന്താണ്? y2 - y1 ഡിവൈഡഡ് ബൈ h2 - h1. ഇപ്പോൾ തന്നെ പഠിച്ച് സെറ്റ് ആവാട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമ്മൾക്ക് ഏതെങ്കിലും പോയിന്റ്സ് തന്നിട്ട് നമ്മളോട് പറയും ഈ പോയിന്റ്സ് ഒരേ വരയിലാണോ, ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് നമ്മളോട് ചോദിക്കും ഒരേ വരയിലാണോ ഈ എല്ലാ പോയിന്റ്സും എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, ചരിവ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചരിവ് തുല്യമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവർ ഒരേ വരയിലാണ്. നോക്കാം, ഈ ഒരു വരയിൽ വരണമെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ചരിവ് തന്നെ ആയിരിക്കണമല്ലോ എല്ലാ പോയിന്റ്സ് എന്ന് പറയുന്നത്. പോയിന്റ്സിൻ്റെ എല്ലാ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിലാവണമെങ്കിൽ അവരുടെ സ്ലോപ്പ്, ഈ ഒരു ചരിവ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾക്ക് കുറച്ച് പോയിന്റ്സ് തന്നിട്ട്, ഇമ്പോർട്ടൻ്റ്
തന്നെയാണ് കേട്ടോ ചോദിക്കും. അപ്പോൾ കുറച്ച് പോയിന്റ്സ് തന്നിട്ട് ഒരേ വരയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ലോപ്പ് ചരിവ് തുല്യമാണോ എന്ന് നോക്കാം. തുല്യമാണെങ്കിൽ ഒരേ വരയിലാണെന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് തരുന്നു, എന്നിട്ട് അല്ലെങ്കിൽ രണ്ട് ലൈൻസ് പാരലൽ ആണോ സമാന്തരമാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ രണ്ട് വരയുടെയും സ്ലോപ്പ് ചരിവ് തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ? അങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ്, രണ്ട് ലൈനിന്റെ സ്ലോപ്പ് ഈക്വൽ ആയിട്ട് വന്നാൽ നമുക്ക് എന്തും പറയാം, ആ രണ്ട് ലൈൻസ് എന്ന് പറയുന്നത് പാരലൽ ആണ്, സമാന്തര വരകളാണെന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിൽ കൂട്ടിമുട്ടുന്നതാണെങ്കിൽ എന്താണ്, 90 ഡിഗ്രി കൂട്ടിമുട്ടി പോകുന്ന രണ്ട് വരകളാണെങ്കിൽ അവരുടെ സ്ലോപ്പുകളുടെ എന്താണ് ഗുണനഫലം. നമുക്ക് സ്ലോപ്പ് ഇതാ, ഇവനെ M1 ഇവനെ M2 എന്ന സ്ലോപ്പിന്റെ പേര് കൊടുക്കാം. അപ്പോൾ M1 ഇൻറ്റു M2 ചെയ്യുമ്പോൾ നമുക്ക് -1 വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വരകളും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ലംബമാണ്, 90 ഡിഗ്രിയിൽ കൂട്ടിമുട്ടി പോകുന്ന വരകളാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മിസ് ഒന്നും കൂടി പറയാം. സ്ലോപ്പ്, ഒരു വരയുടെ സ്ലോപ്പ് ലൈൻ കണ്ടുപിടിക്കുക, ഒരു ലൈനിന്റെ സ്ലോപ്പ് ചരിവ് കണ്ടുപിടിക്കുന്നത് എന്താണ്? y2 - y1 ഡിവൈഡഡ് ബൈ h2 - h1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ രണ്ട് വരകളുടെ സ്ലോപ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? രണ്ടുപേരും പാരലൽ ലൈൻ ആണ്, സമാന്തര വരകളാണെന്ന് പറയാം. അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ ഗുണനഫലം, രണ്ട് ലൈൻസിന്റെ എന്താണ് സ്ലോപ്പുകൾ ഇൻറ്റു ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ -1 വന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആണ്, ലംബമാണെന്ന് കൂടി പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു സ്ലോപ്പിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ സ്ലോപ്പിന്റെ ഇക്വേഷൻ അടുത്ത ഒരു സെക്ഷൻ കൂടി നമുക്ക് ആവശ്യം വരുന്നതാണ്. നന്നായി തന്നെ ഇപ്പോൾ തന്നെ പഠിച്ച് റെഡി ആവാം. ഓക്കെ ആണല്ലോ? ഒത്തിരി ഇക്വേഷൻസ് ആയല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു പഠിച്ചാണ് പോകുന്നത്. അപ്പോൾ എല്ലാം മൈൻഡിൽ തന്നെ വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ടൈം കളയണ്ട, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ്, എന്തോ പ്രൂവ് ചെയ്യാനാണ്. 1 2 3 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലാണോ ഒരേ വരയിലാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരേ വരയിലാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവരുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ചരിവ് കണ്ടുപിടിച്ചിട്ട് എല്ലാവരും ഈക്വൽ ആണ്, തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരേ വരയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇവരെ രണ്ടുപേരെയും എടുക്കാം. ഓക്കെ ആണല്ലോ? 1,3 2,5. ഓക്കെ, ഇവരുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യത്തെ ആൾക്ക് ഞാൻ h1 y1, രണ്ടാമത്തെ ആൾക്ക് h2 y2 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ? സ്ലോപ്പ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ ആദ്യമേ തന്നെ എഴുതിയേക്കാം. എന്താണ്? y2 - y1 ബൈ h2 - h1 ആണ്. ഓക്കെ, y2 എന്ന് പറയുന്നത് എത്രയാണ്? 5 - y1 3 ഡിവൈഡഡ് ബൈ h2 - h1 2 - 1. 5 - 3 2 ഡിവൈഡഡ് ബൈ 2 - 1 1. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എത്ര വന്നു? 2 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ രണ്ടുപേരെയും നമ്മൾ എടുത്തു, സ്ലോപ്പ് കണ്ടുപിടിച്ചു, 2 എന്ന് കിട്ടി. ഇനി അടുത്ത രണ്ടുപേരെ എടുക്കാം. നെക്സ്റ്റ് വൺ നമുക്ക് ഇവരെ രണ്ടുപേരെയും എടുക്കാം. 2 5 3 7. 2 5 3 7. ഇവരുടെ സ്ലോപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയും നമുക്ക് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതാൻ മടിക്കരുത് കേട്ടോ. എന്താണ്? y2 - y1 ഡിവൈഡഡ് ബൈ h2 - h1. ഇവനെ നമുക്ക് h1 y1 എന്ന് എടുക്കാം, ഇവനെ h2 y2 എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ y2 - y1 7 - 5 7 - 5 ഡിവൈഡഡ് ബൈ h2 - h1 3 - 2 3 - 2 എത്രയാണ്? 7 - 5 2/1. ദാറ്റ് ഈസ് അവിടെയും 2 എന്ന് തന്നെ വന്നു. രണ്ടുപേരുടെ സ്ലോപ്പ് ഇപ്പോൾ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടേ. നമുക്ക് മൂന്നാമത്തെ ഒരാളെ കൂടി കണ്ടുപിടിക്കാനുണ്ടല്ലേ. ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിച്ചു, ഇവരെ രണ്ടുപേരുടെയും കണ്ടുപിടിച്ചു. ഇനി 1 3 3 7 എടുക്കാം. ഓക്കെ, യെസ്, 1 3 3 7. ഇവരുടെ സ്ലോപ്പ് കൂടി 2 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവർ 3 പേരും ഒരേ പോയിന്റിലാണ്, ഒരേ ലൈനിലാണ്. ഈ 3 പോയിന്റ്സും ഒരേ വരയിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവനെ h1 y1 ഇവൻ h2 y2 എന്ന് കൊടുത്തു. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്താണ്? ചരിവ് ഇസ് ഈക്വൽ ടു y2 - y1 ഡിവൈഡഡ് ബൈ h2 - h1. y2 എന്ന് പറയുന്നത് 7 - 3 7 - 3 ഡിവൈഡഡ് ബൈ h2 - h1 3 - 1. 7 നിന്ന് 3 പോയാൽ 4 ഡിവൈഡഡ് ബൈ 3 നിന്ന് 1 പോയാൽ 2. ദാറ്റ് ഈസ് 2 എന്ന് വന്നു. നോക്കിക്കേ, എല്ലാവരുടെയും ഉത്തരം എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? സ്ലോപ്പ് എത്ര വന്നു? 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന 3 പോയിന്റ്സും എന്താണ്? ഓൺ ദി സെയിം ലൈൻ അല്ലേ, ഒരേ വരയിലാണെന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്,
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയേക്കാം. എന്താണ്? ഫിഗേഴ്സ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കടക്കാം. ഇവിടെ നോക്കിക്കേ, 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 1,2 ആൻഡ് 2,4. ഈ 2 പോയിന്റ്സും യോജിപ്പിച്ചപ്പോൾ എനിക്കൊരു ലൈൻ കിട്ടി, എ ബി എന്ന് പേര് കൊടുത്തു. ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. എന്താണ്? ഈ ഒരു വരയുടെ സമവാക്യമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്ര നേരം നമ്മൾ ചെയ്തത് സൂചക സംഖ്യകളൊക്കെ ആയിരുന്നു അല്ലേ, കോർഡിനേറ്റ്സ് പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ഇത്ര നേരം കണ്ടുപിടിച്ചത്. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ അഥവാ സമവാക്യമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ 2-3 സ്റ്റെപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷേ വളരെ സിമ്പിളായി തന്നെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ, സ്റ്റെപ്പ് 1 വേണമെങ്കിൽ മെൻഷൻ ചെയ്തിട്ടോളൂ. ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. എന്താണ്? ഈ വരയുടെ ചരിവ് കണ്ടുപിടിക്കും. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. അപ്പോൾ ഈ ഒരു എ ബി എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. യെസ്, ഇവൻ h1 y1, ഇവൻ h2 y2. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വരുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ h2 മൈനസ് h1. y2 എന്ന് പറയുന്നത് 4 മൈനസ് 2, 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ h2 മൈനസ് h1, 2 മൈനസ് 1, ദാറ്റ് ഈസ് 2/1. എത്ര വന്നു? 2 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് നമ്മൾക്ക് കിട്ടി 2. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2. ഈ എ ബി എന്ന് പറയുന്ന ലൈനിലെ എ ബി 1, 2 ആൻഡ് 2, 4. ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 2. ഇനി ഈ ഒരു ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ ഒരു പോയിന്റ് എടുത്തു, ഞാൻ അതിന് XY എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ എ ബി എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിന്റ് ആണ് XY. അങ്ങനെയാണെങ്കിൽ ഈ XY വെച്ച് കണ്ടുപിടിക്കുന്ന സ്ലോപ്പും സെയിം തന്നെ 2 തന്നെ വരണമല്ലോ. നമുക്കറിയാം അല്ലെ, ഒരേ ലൈനിലെ പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിട്ടാണ്, ചരിവ് സെയിം ആണെന്ന് നമ്മൾക്കറിയാം. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഈ ഒരു എക്സും വൈയും ഒരു പോയിന്റ് ആയിട്ട് എടുക്കുന്നു. രണ്ടാമത്തത് ഏതെങ്കിലും എയോ അല്ലെങ്കിൽ ബിയോ ഒരു പോയിന്റ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എ എടുക്കുന്നുണ്ട്, 1,2 ആൻഡ് നമ്മൾ പറഞ്ഞു x, y. ഓക്കെ ആണല്ലോ? എക്സ് വൈയും അതിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താണ് ആദ്യം ചെയ്തത്? എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എ ബി എന്ന് പറയുന്ന ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് XY ആയിട്ട് എടുത്തു, എന്നിട്ട് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു. ഞാനിപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ആണ് എടുത്തത്. എന്നിട്ട് ഇവരെ സ്ലോപ്പിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ x1 y1 മാറി, ഇവൻ h1, ഇവൻ h1 y1, ഇവൻ h2 y2 എന്നായിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് 1 2 പകരം 2 4 എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. മിസ് 1 2 ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവരെ രണ്ടുപേരെയും ഇക്വേഷനിലേക്ക് കൊടുക്കാം, സ്ലോപ്പിന്റെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ h2 മൈനസ് h1 ആണ്. ഈ സ്ലോപ്പ് ഇവരുടെ സെയിം ആയിരിക്കുമല്ലോ. എ ബി എന്ന് പറയുന്ന ലൈനിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് സെയിം ആയിട്ട് തന്നെ വരും. സ്ലോപ്പ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 2. അപ്പോൾ ഈ സ്ലോപ്പിന് പകരം ഞാൻ 2 ഈസ് ഈക്വൽ ടു h2 മൈനസ് h1. h2 എന്ന് പറയുന്നത് y2 മൈനസ് y1. അപ്പോൾ y2 എന്ന് പറയുന്നത് y മൈനസ് y1 എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ h2 മൈനസ് h1. h2 എന്ന് പറയുന്നത് x മൈനസ് h1 എന്ന് പറയുന്നത് 1. ക്ലിയർ ആയല്ലോ? അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് ചെയ്തത്? നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് ആൻഡ് വൈ ആയിട്ട് എടുത്തു, അതിനുശേഷം തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു, നേരെ സ്ലോപ്പിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്ലോപ്പ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. ഇവിടെ വെറുതെ 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1 ഉണ്ടെന്നാണ് അർത്ഥം. നേരെ ക്രോസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു y മൈനസ് 2 എന്ന് വരും. ഓക്കെ ആണല്ലോ? 1 ഇൻറ്റു y മൈനസ് 2 എന്നും വന്നു. ക്ലിയർ ആണല്ലോ? ഇനി നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാം അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, കാൽക്കുലേഷൻസ് ആണ്. 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x, 2 ഇൻറ്റു മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്രയാ? 2 2x മൈനസ് 2 ആണ് കേട്ടോ. സോറി
2 ഇൻറ്റു -1 ആണ് കേട്ടോ. മിസ് 1 എന്നാണ് ആദ്യം എഴുതിയത്. ഓക്കെ, ദാറ്റ് ഈസ് 2x. ഇവരെല്ലാവരെയും നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. കാരണം നമുക്ക് എന്താണ് ഇക്വേഷൻ ആണ് വേണ്ടത് അല്ലേ. ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ +y ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ -y ആയി. ഓക്കെ, ഇവിടെ ഒരു -2 ഓൾറെഡി ഉണ്ട്. ഇവിടുത്തെ -2 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ +2 ആയി. ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? y-ഉം 2-ഉം എല്ലാം ഇപ്പുറത്തേക്ക് വന്നു. ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ചെയ്തത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റിൽ ഉള്ള എല്ലാ ആളുകളെയും ലെഫ്റ്റിലേക്ക് നമ്മൾ മാറ്റി. ഇനി നോക്കിക്കേ, 2x - y, ഈ +2-ഉം -2-ഉം എന്തായി പോയി? കട്ടായി പോയി അല്ലേ, ക്യാൻസൽ ആയി. ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ എന്ത് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്തത് എന്താ, ഈ ഒരു ലൈനിൻ്റെ അല്ലെ, ഈ ഒരു വരയുടെ സ്ലോപ്പ്, ചരിവ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ചരിവ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഒരു ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു, എക്സ് വൈ ആയിട്ട് എടുത്തു, എന്നിട്ട് തന്നിരിക്കുന്ന ഒരു പോയിന്റും എടുത്തു. വീണ്ടും ചരിവ് സ്ലോപ്പിന്റെ ഇക്വേഷനിലേക്ക് കൊടുത്തു. നേരെ ക്രോസ് ചെയ്തു, ആൻസറിലേക്ക് എത്തി. എല്ലാവരെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, ഈക്വൽ ടു 0 ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ ആണല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, സെറ്റ് ആണല്ലോ. ഇനി നമ്മൾക്ക് എന്താണ്, എക്സും വൈയും വാല്യൂ കൊടുത്തിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, എന്താണ് എക്സിന് വാല്യൂ കൊടുത്തിട്ട് വൈ എത്രയാ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി ലൈൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ. സ്ലോപ്പ് കണ്ടുപിടിക്കുക, എക്സ് വൈ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, വീണ്ടും സ്ലോപ്പിന്റെ ഇക്വേഷനിൽ കൊടുക്കുക, ക്രോസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി അടുത്ത ഒരു സെക്ഷൻ, ലാസ്റ്റ് സെക്ഷൻ ആണ് ഇനി സർക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ, എന്താണ്? വൃത്തത്തിന്റെ സമവാക്യം കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു സർക്കിളിന്റെ, ഒരു വൃത്തത്തിന്റെ ഇക്വേഷൻ, ഓക്കെ, സമവാക്യം കണ്ടുപിടിക്കാൻ നോക്കാം. ലൈനിന്റെ ഇക്വേഷൻ മറന്നിട്ടില്ലല്ലോ, സ്ലോപ്പ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ. ഓക്കെ, അപ്പോൾ ലൈനിന്റെ കഴിഞ്ഞു. ഇനി സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം എങ്ങനെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കിയേക്കാം. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു വൃത്തം തന്നിട്ടുണ്ട്. അതിന് സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കുള്ള വര 6 ആണ്, റേഡിയസ് ആണ്, ആരമാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ ഒരു സെന്ററിനെ ഞാൻ A,B എന്നെടുത്തു. ഓക്കെ, അവിടുത്തെ കോർഡിനേറ്റ്സിനെ ഞാൻ എന്തായിട്ടാണ് എടുക്കുന്നത്? A,B എന്നെടുത്തു. ഓക്കെ, ആൻഡ് സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് വൈയുമായിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വൃത്തത്തിന്റെ, ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ പ്ലസ് y minus b the whole square is equal to r square. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പറഞ്ഞ ഇന്ന് എടുക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ടോപ്പിക്സും. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് നല്ല ഇക്വേഷൻസ് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനിയും ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നന്നായി തന്നെ ചെയ്ത് നോക്കണം. വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, അത്രയേറെ എന്താണ് പ്രാധാന്യമുണ്ട് നമ്മൾക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം എന്താണ്? സെൻറ്ററും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് എക്സ് വൈയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പോകാം. ഓക്കെ, യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയേക്കാം. യെസ്, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഓക്കെ, ഒരു വൃത്തത്തിന്റെ സമവാക്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു വൃത്തമുണ്ട്, അതിന്റെ സമവാക്യം കണ്ടുപിടിക്കണം. വിത്ത് സെന്റർ അറ്റ് ദി ഒറിജിൻ. ഈ വൃത്തകേന്ദ്രം എന്ന് പറയുന്നത് ആധാര ബിന്ദുവിലാണ്, ഒറിജിനിലാണ്. എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ഒറിജിനിലാണ്. ഞാൻ O എന്ന് പേര് കൊടുത്തു. ആൻഡ് റേഡിയസ്, ആരം എത്രയാണ്? 5 സെന്റിമീറ്റർ ആണെന്ന് 5 യൂണിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 5 എന്ന് ഞാൻ ആരം, റേഡിയസ് എന്ന് കൊടുത്തു. ഇത്രയും പോരെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. മിസ് ഒന്നുകൂടി ഒന്ന് വരച്ചേക്കാം. നമ്മളുടെ സർക്കിൾ വന്നിട്ടുണ്ട്, വൃത്തം വന്നിട്ടുണ്ട്. ഇത് ഒറിജിൻ ആണ്. ഒറിജിനിലെ കോർഡിനേറ്റ്സ് എത്രയായിരിക്കും? എല്ലാവർക്കും അറിയാം, 0,0 ആണ്. ഓക്കെ ആണല്ലോ. റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസ് എന്ന് പറയുന്നത് 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവനെ നമുക്ക് x,y ആയിട്ടും എടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ, ഈ ഒരു വൃത്തത്തിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്താണ് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്? നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. എത്രയാണ്? എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ പ്ലസ് y minus b the whole square is equal to
ആർ സ്ക്വയർ. ഇവിടെ എ ആൻഡ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 0,0 അല്ലെ? വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ എന്താണ്? വൃത്തകേന്ദ്രത്തിന്റെ നമ്മളുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകളാണ് എന്ത്? എ ബി എന്ന് പറയുന്നത് 0,0 ആൻഡ് ആർ എന്ന് പറയുന്നത് 5 ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ? എച്ച് മൈനസ് എ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ദി ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി എന്ന് പറയുന്നത് 0 ആണ്. ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് 5 ആണ്. 5 സ്ക്വയർ ദാറ്റ് ഈസ് എച്ച് മൈനസ് 0 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ അല്ലെ? എച്ച് സ്ക്വയർ പ്ലസ് y മൈനസ് 0 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 25. ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 25നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 25 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 25. ഇനി അവിടെ ആരുമില്ല, ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇതാണ് ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ, ഈ തന്നിരിക്കുന്ന വൃത്തത്തിൻ്റെ എന്ത്? സമവാക്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ വളരെ സിമ്പിളായി തന്നെ ആ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞ് റേഡിയസും സെൻറ്ററും കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിന്റ്സ്. ഓക്കെ, എന്താണ്? ഈ ഒരു സർക്കിളിൽ വരുന്ന ഏതെങ്കിലും 8 പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായി തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ നോക്കിക്കേ, ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 0, 0 ഒറിജിൻ ആണെന്ന് പറഞ്ഞു. ഇവൻ 5 ആണെങ്കിൽ ഇവനും എത്ര തന്നെയായിരിക്കും? 5 ആണ്. ഇവനും 5 ആണ്. ഇവനും 5 ആണ്. ഓക്കെ ആണല്ലോ? ഇവിടെ നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഓക്കെ, നോക്കിക്കേ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലല്ലേ പോയിന്റ്? എക്സ് ആക്സിസിലെ പോയിന്റിൽ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ആൻഡ് എക്സ് ആക്സിസിൽ എത്രത്തോളം ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്? ആരം എന്ന് പറയുന്നത് 5 എന്ന് തന്നിട്ടുണ്ട്. സോ 5,0 ആണ് നമ്മൾക്ക് ഒരു പോയിന്റ് സർക്കിളിലേക്ക് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാമല്ലോ. ഇതെന്ന് പറയുന്നത് y എന്ന് പറയുന്ന ആക്സിസിലാണ്. വൈയുടെ അവിടെ എക്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. y ആക്സിസിൽ, y അക്ഷത്തിൽ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. ആൻഡ് y എന്ന് പറയുന്നത് എത്രത്തോളം മാറിയിട്ടുണ്ട്? 5. സോ 0,5 ആണ് അവിടെ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെയും കണ്ടുപിടിക്കാം. ഇത് ഏത് ആക്സിസിലാണ് കിടക്കുന്നത്? എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിൽ y 0 ആണ്. ആൻഡ് എക്സിന്റെ വാല്യൂ ഇവിടെ ഇപ്പുറത്തേക്ക് ഒറിജിനിൽ നിന്ന് എത്ര ദൂരം പോയിട്ടുണ്ട്? 5. പക്ഷേ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഡാഷ് അല്ലേ? ഈ ഒറിജിനിൽ നിന്ന് ഈ സൈഡിലേക്ക് എക്സ് മൈനസ് അല്ലേ? അപ്പോൾ -5 ആണ് അവിടെ വരുന്നത്. തെറ്റിക്കരുത് കേട്ടോ, -5. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഇത് y ആക്സിസിലെ പോയിന്റ് ആണ്. അവിടെ എക്സ് 0 ആയിരിക്കും. y എന്ന് പറയുന്നത് താഴേക്കാണ് വന്നിരിക്കുന്നത് 5 അല്ലെ? താഴേക്ക് വരുമ്പോൾ y എത്രയായിരിക്കും? മൈനസ് ആണ് അല്ലെ? നെഗറ്റീവ് ആണ്. അപ്പോൾ -5 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ? സുഖമായി തന്നെ നമ്മൾക്ക് 4 പോയിന്റ്സ് കിട്ടി. ഇനി 8 എണ്ണമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഇനി ഒരു 4 എണ്ണം കൂടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒന്നുമില്ല, ഈ ഇക്വേഷനിൽ അവർക്ക് എന്താണ്? എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സുഖമായിട്ട് ആൻസർ കിട്ടും അല്ലെ? എന്താണ്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 16 ദാറ്റ് ഈസ് 25. ഈ ഇക്വേഷനിൽ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എക്സിന് പകരം എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ, 3 സ്ക്വയർ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3, y എന്ന് പറയുന്നത് 4ഉം കൊടുക്കാം. ഓക്കെ ആണല്ലോ? അതെന്ന് പറയുന്നത് കറക്റ്റ് ആയി തന്നെ ഈസ് ഈക്വൽ ടു 25 നമ്മൾക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറക്റ്റ് ആൻസർ വരും. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 3, y ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 3,4 എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിലെ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. 3,4 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന എക്സ് ഏകദേശം ഇവിടെ വരും. ആൻഡ് 4 എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം 3,4 എന്ന് പറയുന്നത് അടയാളപ്പെടുത്താം. ഓക്കെ, സെറ്റ് ആണല്ലോ? അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോൾ നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്. എക്സ് ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ മൈനസ് ആണ്. -3,4 എന്ന് വരും. ആ നെഗറ്റീവ്സ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോൾ എക്സും നെഗറ്റീവ് ആണ്, വൈയും നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ -3, -4 ആണ് ഇവിടെ വരുന്നത്. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ആരാണ് നെഗറ്റീവ്? വൈ ആണ് നെഗറ്റീവ്. അപ്പോൾ എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ 3,-4 ആണ് ഇവിടെ കോർഡിനേറ്റ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് 8 പോയിന്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിച്ചത് പാരലലോഗ്രാമിൻ്റെ അല്ലെ വെർട്ടെക്സ് മൂലകൾ തന്നിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് 3 മൂലകൾ തന്നിട്ട് 4ാമത്തവനെ കണ്ടുപിടിക്കാൻ പഠിച്ചു. മധ്യബിന്ദു മിഡ് പോയിന്റ് പഠിച്ചു. റേഷ്യോ അല്ലെ അംശബന്ധം വെച്ചിട്ട്
ഒരു ലൈനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു. മധ്യമ കേന്ദ്രം സെൻട്രോയിഡ് പഠിച്ചു. പിന്നെ എന്താണ് സ്ലോപ്പ് പഠിച്ചു. ഓക്കെ, ചരിവ്. ഓക്കെ, എന്താണ് ഏതെങ്കിലും പോയിന്റ്സ് ഒരേ ലൈനിലാണോ എന്ന് നോക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, അവരുടെ സ്ലോപ്പ് ഈക്വൽ ആണോ. ഇനി രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് തുല്യമാണെങ്കിൽ അത് സമാന്തര വരകളാണ്, പാരലൽ ലൈൻസ് ആണ്. അവരുടെ എന്താണ് രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോൾ -1 വന്നാൽ ആ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണ്, ലംബമാണെന്ന് പഠിച്ചു. പിന്നെ പഠിച്ചത് എന്താണ്, ഒരു ലൈൻ തന്നിട്ട് അതിന്റെ ഇക്വേഷൻ സമവാക്യം, ഒരു വരയുടെ സമവാക്യം കണ്ടുപിടിക്കാം. ആ വരയുടെ സ്ലോപ്പ് ചരിവ് ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് ആ വരയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, എക്സും വൈയും. എന്നിട്ട് ഈ എക്സും വൈയും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും പോയിന്റും എടുത്തിട്ട് വീണ്ടും സ്ലോപ്പിന്റെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. നേരെ ക്രോസ് ചെയ്തിട്ട് ഇക്വേഷന്റെ പരുവത്തിൽ അല്ലെ ആ ഒരു രൂപത്തിലേക്ക് മാറ്റാം. അത് കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ലാസ്റ്റ് പഠിച്ചതാണ് സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം, സർക്കിളിന്റെ ഇക്വേഷൻ. അതും പഠിക്കാനുള്ള ഈ എന്താണ് ഇക്വേഷൻ എല്ലാം പഠിച്ചല്ലോ. എന്താണ് സെന്റർ എന്ന് പറയുന്നത് AB ആയിട്ട് എടുത്തു, സർക്കിളിലെ ഒരു പോയിന്റ് XY ആയിട്ട് എടുത്തു, റേഡിയസ് R ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഇക്വേഷൻസ്, സ്ലോപ്പ്, എല്ലാ കാര്യങ്ങളും ഇതാ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയിൽ തന്നെ എല്ലാ ഇക്വേഷൻസും ആദ്യം പഠിക്കാം. ഓക്കെ, എന്നിട്ട് ആ ഇക്വേഷൻസ് വരുന്ന ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്യുക. മോർ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്ക് എല്ലാം നന്നായി തന്നെ പഠിക്കാം. ഓക്കെ ആണല്ലോ. അപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ എല്ലാവരും എക്സാം എഴുതി നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.